പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിൽ നടന്ന അപ്രതീക്ഷിത ട്വിസ്റ്റായിരുന്നു സരിന്റെ വലതു മാറി ഇടം ചവിട്ടിയ അടവ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പാർട്ടിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സരിൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു. CPIM നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഇടത് സഹയാത്ര ആരംഭിച്ചതെങ്കിലും ആദ്യ പോരാട്ടത്തിൽ പരാജയം അറിയേണ്ടി വന്നു. പാലക്കാട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP വക്താവ് സന്ദീപ് വാര്യർ നടത്തിയ കൂടുമാറ്റമായിരുന്നു മറ്റൊരു ട്വിസ്റ്റ്. ഇടതുപക്ഷത്തോടൊപ്പം ചേരുമെന്ന് സൂചനകൾ വന്നിരുന്നെങ്കിലും അപ്രതീക്ഷിതമായിരുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് എൻട്രി. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം പ്രചാരണ വേദികളിലും സന്ദീപ് വാര്യർ സജീവമായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ പ്രതിരോധിക്കാൻ സന്ദീപ് വാര്യർ ഇപ്പോൾ മുൻനിരയിലുണ്ട്. വിവാദങ്ങൾ കൊണ്ട് എന്നും ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്ന PC ജോർജിന്റെ BJP പ്രവേശനവും കോൺഗ്രസ് നേതാവ് കരുണാകരന്റെ മകൾ പത്മജ BJPയിലേക്ക് ചേക്കേറിയതും ഈ വർഷമായിരുന്നു. പാർട്ടിയിൽ നിന്നും അർഹിച്ച പരിഗണന ലഭിച്ചില്ലെന്നും നേതാക്കളുമായുള്ള പ്രശ്നങ്ങൾ കാരണമാണ് പാർട്ടി വിടുന്നതെന്നുമായിരുന്നു പത്മജയുടെ പ്രതികരണം. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുരളീധരനും ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു പത്മജയുടെ ഈ അരങ്ങുമാറ്റം. 2024 പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചുവടുമാറ്റമായിരുന്നു PV അൻവർ MLAയുടേത്. മുഖ്യമന്ത്രിയെ ചതിയനെന്നും RSS പ്രീണകനെന്നും വിളിച്ച അൻവർ ഇടതുമായി എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതായും പ്രഖ്യാപിച്ചിരുന്നു. സ്വന്തമായി പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അതുണ്ടായില്ല. പകരം DMK എന്ന കൂട്ടായ്മ രൂപീകരിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അൻവറിന്റെ തുടർ രാഷ്ട്രീയ നിലപാടുകളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്.